മലയാളി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. മെയ് ദിനം വിപുലമായി ആഘോഷിച്ചു. ബൂത്തിലെ നീണ്ട ക്യൂ വില്ലനായത് M3 ജനറേഷൻ വോട്ടിംഗ് മെഷീൻ. മേയറെ അധിക്ഷേപിച്ച ബസ്സിലെ ക്യാമറയുടെ മെമ്മറി കാർഡ് കാണാനില്ല. ഉമ്മൻചാണ്ടിക്ക് കോവിഡ് വാക്സിൻ നൽകിയിരുന്നില്ല, തുറന്നു പറഞ്ഞു ചാണ്ടി ഉമ്മൻ. 12 വർഷം മുൻപ് കാണാതായ മൂക്കുത്തി വീട്ടമ്മയുടെ ശ്വാസകോശത്തിൽ കിണറ്റിലേക്ക് വീണ പന്തെടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ 10 വയസ്സുകാരൻ മരിച്ചു. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം നാളെ മുതൽ. കള്ളപ്രചാര വേല EP ജയരാജൻ നോട്ടീസ് അയച്ചു. പാലക്കാട് ഓറഞ്ച് അലർട്ട്, 4 ജില്ലയിൽ ഉഷ്ണതരംഗം സാധ്യത. ലോഡ് ഷെഡിംഗ് ആവശ്യപ്പെട്ടിട്ടില്ല, വൈദ്യുതി നിൽക്കുന്നത് ഉപയോഗം വർദ്ധിക്കുന്നതിനും. KSCB. കണ്ണൂരിൽ നിന്നും കൂടുതൽ രാജ്യാന്തര സർവീസുമായി എയർ ഇന്ത്യ എക്സ്പ്രസ്. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. ബൂത്തിന്റെ നീണ്ട ക്യൂ വില്ലനായത് M3 ജനറേഷൻ വോട്ടിംഗ് മെഷീൻ. ഈ തെരഞ്ഞെടുപ്പിന് പുതുതായി ഉപയോഗിച്ച M3 ജനറേഷൻ വോട്ടിംഗ് മെഷീനാണ് പോളിംഗ് വൈകാൻ കാരണമായത്. പല മണ്ഡലങ്ങളിലും പോളിംഗ് കുറയാനും ഇത് കാരണമായി. മണിക്കൂറുകൾ ക്യൂ നിന്ന ശേഷം തിരിച്ചുപോയ പല വോട്ടർമാരും തിരികെ ബൂത്തിലെത്തിയില്ല. M3 ജനറേഷൻ വോട്ടിംഗ് മെഷീൻ കേരളത്തിൽ ആദ്യമായാണ് ഉപയോഗിക്കുന്നത്. വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ബീപ്പ് സൗണ്ട് കേൾക്കാൻ വൈകിയത് പോളിംഗ് ബൂത്തുകളിലെല്ലാം സമയക്രമം തെറ്റിച്ചു. വോട്ടർമാർ അധിക സമയം ബൂത്തിൽ ചിലവഴിക്കേണ്ടി വന്നതും വരി നീണ്ടതുമെല്ലാം മിക്കവാറും ബൂത്തുകളിലെ കാഴ്ചയായി. 7 സെക്കൻഡ് എടുത്ത് ഒരു വോട്ട് ചെയ്ത് കഴിയാൻ നേരത്തെ ഇത് 3-4 സെക്കൻഡ് കൊണ്ട് തീരുന്നതായിരുന്നു. ബീപ്പ് ശബ്ദം പൂർണ്ണമായി വന്ന് വോട്ടർ ബൂത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം മാത്രം മറ്റൊരു വോട്ടറെ ബൂത്തിൽ കയറ്റിയതെല്ലാം പോളിംഗ് തീരാൻ രാത്രി 9 മണി വരെയായി. ആദ്യ 2 മണിക്കൂറിൽ സമയം കൂടുതൽ വേണ്ടിവരുമെന്ന് മനസ്സിലാക്കി തുടർന്ന് പോളിംഗ് ഉദ്യോഗസ്ഥർ വേഗം കൂട്ടിയ ബൂത്തുകളിൽ മാത്രമാണ് സമയത്തിന് പോളിംഗ് തീർന്നത്. ക്യൂ നിൽക്കുന്ന വോട്ടർമാരെ വേഗത്തിൽ ബൂത്തിൽ കയറ്റിയും പേര് പരിശോധിക്കുന്ന പോളിംഗ് ഉദ്യോഗസ്ഥൻ ജാഗ്രതയോടെ വേഗം കൂട്ടുകയും ചെയ്ത ഇടങ്ങളിൽ മാത്രമാണ് ഇത് സാധിച്ചത്. മറ്റ് സംസ്ഥാനങ്ങളിൽ M3 ജനറേഷൻ മെഷീൻ നേരത്തെ ഉപയോഗിച്ചതാണ്. ഇവിടങ്ങളിൽ എല്ലാം ശരാശരി 50% താഴെ മാത്രമായിരിക്കും പോളിംഗ്. എന്നാൽ കേരളത്തിൽ ഇത് 70% മുതൽ 99% വരെയാണ്. മറ്റ് സംസ്ഥാനങ്ങളിലെ സമയക്രമം ഇവിടെ ഉപയോഗിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റിയ പാണിച്ചയാണ്. അടുത്ത് പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ഇത് പ്രയാസം സൃഷ്ടിക്കില്ല. കാരണം അത് നേരത്തെ കേരളത്തിൽ ഉപയോഗിച്ച വോട്ടിംഗ് മെഷീൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ തുടർന്ന് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ M3 ജനറേഷൻ മെഷീനാണ് ഉപയോഗിക്കുക. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇടപെട്ടില്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിലെ അതേ അവസ്ഥ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാം. മെയ് ദിനം വിപുലമായി ആഘോഷിച്ച തൊഴിലാളി വർഗം. വിവിധ കേന്ദ്രങ്ങളിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. മുതലാളിത്ത വ്യവസ്ഥയിൽ അന്തർലീനമായ ചൂഷണവും അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾ നേരിടുന്ന അടിച്ചമർത്തലും ഇല്ലാതാക്കി തുല്യതയിൽ പടുത്തുയർത്തിയ ഒരു പുത്തൻ സാമൂഹികക്രമം സാധ്യമാണെന്ന ഓർമ്മപ്പെടുത്തലാണ് ഏതൊരു മെയ് ദിനവും. തൊഴിലാളികൾക്ക് അവകാശങ്ങൾക്കായി ലോകമെങ്ങും അലയടിച്ചുയർന്ന സമരപ്രസ്ഥാനങ്ങളുടെ പ്രച്വൽ സമരം പുതുക്കാനുള്ള അവസരം കൂടിയാണ് ഈ ദിവസമെന്ന് മുഖ്യമന്ത്രി പിണറായി പറഞ്ഞു. ചൂഷണങ്ങൾക്കെതിരെ സംഘടിക്കാനും അവകാശ സമരങ്ങൾ നയിക്കാനുമുള്ള തൊഴിലാളി വർഗത്തിന്റെ പരിശ്രമങ്ങൾ നാനാവിധമായ വെല്ലുവിളികൾ നേരിടുന്ന കാലമാണിത്. വിപണി കേന്ദ്രീയമായ മത്സരം പ്രോത്സാഹിപ്പിക്കുന്ന നവലിബറൽ സാമ്പത്തിക നയങ്ങൾ ജനജീവിതം ദുസ്സഹമാക്കിയാണ്. ഇതിനെതിരെ ജനകീയ മുന്നേറ്റങ്ങൾ വരുമ്പോൾ വംശീയതയും മതവും പറഞ്ഞ് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് തീവ്ര വലതുപക്ഷ ശക്തികൾ. ഈ വിഷലിപ്ത നീക്കങ്ങളെ തുറന്നുകാട്ടി പ്രതിരോധിച്ചുകൊണ്ട് ചൂഷണങ്ങൾക്കെതിരെ വിശാലമായ ഒരു ജനകീയ മുന്നണി രൂപീകരിക്കാൻ സാധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലോഡ് ഷെഡിംഗ് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ലെന്നും വൈദ്യുതി ഉപയോഗം നിയന്ത്രിച്ചില്ലെങ്കിൽ പ്രതിസന്ധി രൂക്ഷമാകുമെന്നും KSCB ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചതോടെ ഉപയോഗം മുൻവർഷങ്ങളെക്കാൾ കൂടിയതാണ് പ്രതിസന്ധിക്ക് കാരണം. രാത്രി 10:30 ശേഷമാണ് ഉയർന്ന ഉപയോഗ നിരക്ക്. AC ഉപയോഗം കൂടിയതാണ് പ്രധാന കാരണമായി ബോർഡ് വിലയിരുത്തുന്നത്. കഴിഞ്ഞ വർഷം 5024 മെഗാവാട്ടായിരുന്നു പീക്ക് അവർ ഡിമാൻഡ്. ഇത്തവണ അത് 5717 മെഗാവാട്ടായി. ചരിത്രത്തിൽ ആദ്യമാണ് ഉപയോഗം ഇത്രയും ഉയരുന്നത്. ഉപയോഗം അധികരിച്ചാൽ പ്രതിസന്ധിയിലേക്ക് പോകുമെന്ന് ചൊവ്വാഴ്ച ചേർന്ന ഡയറക്ട് ബോർഡ് യോഗം വിലയിരുത്തി. സാധാരണ രീതിയിൽ ജൂൺ 15 വരെ പ്രതിസന്ധി ഉണ്ടാകാതിരിക്കാൻ വൈദ്യുതി ഉറപ്പാക്കിയിട്ടുണ്ട്. അണക്കെട്ടുകളിൽ ഉൽപാദനത്തിന് ആവശ്യമായ ജലവുമുണ്ട്. സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് നടപ്പാക്കണമെന്ന് KSCB സർക്കാരിനോട് ആവശ്യപ്പെട്ടെന്ന് മാധ്യമപ്രവർത്തകർ പ്രചരിച്ചിരുന്നു. 8 വർഷമായി കേരളത്തിൽ ലോഡ് ഷെഡിംഗും പവർ കട്ടുമില്ല. ഇനിയും അത് ഉണ്ടാകരുതെന്നാണ് സർക്കാരിന്റെ നിലപാട്. ഉടൻ ലോഡ് ഷെഡിംഗ് പ്രഖ്യാപിക്കേണ്ട സാഹചര്യമില്ലെന്ന് മന്ത്രി കൃഷ്ണൻകുട്ടിയും വ്യക്തമാക്കിയിട്ടുണ്ട്. വൈദ്യുതി നിലയ്ക്കുന്നത് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കൊണ്ടല്ലെന്നും ഉപയോഗം വർദ്ധിക്കുന്നതിനാണെന്നും KSCB ഇന്ത്യയിൽ വൈദ്യുതി വിതരണ ശൃംഖലയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് ഓട്ടോമാറ്റിക് ഡിമാൻഡ് മാനേജ്മെന്റ് സിസ്റ്റം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗ്രിഡ് തകർന്നാൽ രാജ്യം മുഴുവൻ ഇരുട്ടിലാകും. അത് ഒഴിവാക്കുന്നതിന് ഉപയോഗം കൂടുമ്പോൾ ADMS സ്വമേധയാ പ്രവർത്തിച്ച് ഫീഡറുകൾ നിലയ്ക്കും. തുടർന്ന് ഫീഡർ റീചാർജ് ചെയ്ത ശേഷം വിതരണം പുനഃസ്ഥാപിക്കാനാകും. കേരളത്തിൽ പ്രതിദിനം വൈദ്യുതി ഉപയോഗം 5000 മെഗാവാട്ടിന് മുകളിലേക്കാണ്. ഇത് തുടർന്നാൽ ADMS പ്രവർത്തിച്ച് ഫീഡറുകളിൽ തന്നെ നിശ്ചലമാകും.
ലോഡ് ക്രമാതീതമായി വർദ്ധിക്കുന്ന 11 kV ഫീഡറുകളിൽ വൈദ്യുതി നിലച്ചാൽ റീചാർജ് ചെയ്യുന്നതിന് നിശ്ചിത സമയം വേണ്ടിവരും. കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തെ നിരവധി പ്രദേശങ്ങളിൽ വൈദ്യുതി മുടങ്ങിയത് ഇതുകാരണമാണ്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കാതെ KCB ഓഫീസിലെത്തി ബഹളം വെക്കുന്ന ജീവനക്കാരുടെ മനോധൈര്യം നഷ്ടപ്പെടുത്തുമെന്നും ഉപയോഗം നിയന്ത്രിച്ചേ മതിയാകുമെന്നും KCB വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. വൈദ്യുതി ഉപയോഗത്തിൽ നിയന്ത്രണം വേണ്ടത് വൈകിട്ട് 7 മുതൽ പുലർച്ചെ 2 വരെ. വീടുകളിൽ നിരവധി AC-കൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. AC 25 ഡിഗ്രിക്ക് മുകളിലാക്കണം. വൈദ്യുതി നിലയ്ക്കുമ്പോൾ സ്വിച്ചുകൾ ഓഫ് ചെയ്യണമെന്നും KCB അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. മേയറെ അധിക്ഷേപിച്ച കേസിൽ തർക്കത്തിലായ KSRTC ബസ്സിലെ CCTVയുടെ മെമ്മറി കാർഡ് കാണാനില്ല. ബസ് പരിശോധിച്ചുവെങ്കിലും കാർഡ് കണ്ടെത്താനായിട്ടില്ലെന്നാണ് പോലീസ് റിപ്പോർട്ട്. ബസ്സിൽ 3 നിരീക്ഷണ ക്യാമറകൾ ഉണ്ടായിരുന്നു. മേയർ ആര്യ രാജേന്ദ്രനെതിരെ ഡ്രൈവർ അശ്ലീലാംഗ്യം കാണിച്ചെന്ന കേസിൽ ബസ്സിലെ ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്ന് നിർണായകമായിരുന്നു. പോലീസ് ഇന്ന് രാവിലെയാണ് ബസ് പരിശോധിക്കാനെത്തിയത്. ക്യാമറയുടെ DVR ലഭിച്ചു. എങ്കിലും അതിൽ മെമ്മറി കാർഡ് ഉണ്ടായിരുന്നില്ല. മെമ്മറി കാർഡ് നേരത്തെ ഉണ്ടായിരുന്നു എന്നും ആരെങ്കിലും മാറ്റിയതാണോ എന്ന് വ്യക്തമല്ല. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. കള്ളപ്രചാരവേല. EP ജയരാജൻ നോട്ടീസ് അയച്ചു. പാർട്ടിയെയും വ്യക്തിപരമായും തന്നെയും കരിവാരിത്തേക്കാൻ കള്ളപ്രചാരവേല നടത്തിയ BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ, KPCC പ്രസിഡന്റ് K സുധാകരൻ, ദല്ലാൽ നന്ദകുമാർ എന്നിവർക്കെതിരെ CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ വക്കീൽ നോട്ടീസ് അയച്ചു. ആരോപണങ്ങൾ പിൻവലിച്ച് ഉടൻ മാധ്യമങ്ങളിലൂടെ മാപ്പ് പറയണം, അല്ലെങ്കിൽ സിവിൽ ക്രിമിനൽ നിയമ നടപടികൾക്ക് വിധേയരാകണമെന്നും 2 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് അഡ്വക്കേറ്റ് M രാജഗോപാൽ നായർ മുഖേന നോട്ടീസ് അയച്ചത്. 1 വർഷം മുമ്പേ സംഭവം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് വെളിപ്പെടുത്തിയതിന്റെ രാഷ്ട്രീയ ഉദ്ദേശവും വ്യക്തമാണെന്നും നോട്ടീസിൽ പറയുന്നു. EP ജയരാജൻ BJPയിൽ ചേരാൻ താൽപര്യം പ്രകടിപ്പിച്ച് ദല്ലാലിനൊപ്പം വന്നുകൊണ്ടെന്നാണ് ശോഭാ സുരേന്ദ്രൻ നുണപ്രചാരണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ 60 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള നേതാവാണ് EP ജയരാജൻ. അദ്ദേഹത്തിന്റെ പ്രത്യയശാസ്ത്രത്തോടുള്ള പ്രതിബദ്ധത ചോദ്യം ചെയ്യാനാകാത്തതാണ്. 1995 ഏപ്രിൽ 2 BJPക്കാരനാണ് ട്രെയിനിൽ വെച്ച് EPയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. അങ്ങനെയുള്ള നേതാവിനെതിരെ അധിക്ഷേപപരമായ ആരോപണങ്ങൾ ഉന്നയിച്ചത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്ന് വ്യക്തം. പാലക്കാട് ഉഷ്ണതരംഗ സാധ്യത തുടരുന്നതിനാൽ വ്യാഴം വരെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ആലപ്പുഴ, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലും ഉഷ്ണതരംഗ സാധ്യത നിൽക്കുന്ന പാലക്കാട് 41 ഡിഗ്രി വരെയും, തൃശൂരിൽ 40 ഡിഗ്രിയും, കോഴിക്കോട് 39, ആലപ്പുഴയിൽ 38 ഡിഗ്രി വരെയും താപനില ഉയരാനോ സാധ്യത. അതേസമയം ശനി വരെ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോടെ മഴയ്ക്കും സാധ്യതയുണ്ട്. തിങ്കളാഴ്ച തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും വിവിധ പ്രദേശങ്ങളിൽ വേനൽ മഴ ലഭിച്ചു. ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ. ഉമ്മൻചാണ്ടിയുടെ ചികിത്സാ വിവാദം. കോവിഷീൽഡിന്റെ പാർശ്വഫലങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾക്കിടെ വീണ്ടും ചർച്ചയാക്കി മകൻ ചാണ്ടി ഉമ്മൻ MLA. കോവിഡ് സമയത്ത് രാജ്യം മുഴുവൻ സ്വീകരിച്ചിരുന്ന വാക്സിൻ പിതാവിന് നൽകിയിരുന്നില്ലെന്ന് MLA ഫേസ്ബുക്ക് ലൈവിൽ പറയുന്നു. ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യത്തിന് ദോഷം വരാതിരിക്കാനാണ് അദ്ദേഹത്തിന് കോവിഡ് വാക്സിൻ നൽകാതിരുന്നതെന്നാണ് ലൈവിൽ ന്യായീകരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഉമ്മൻചാണ്ടിക്ക് ശാസ്ത്രീയ ചികിത്സ നിഷേധിക്കുന്നു എന്ന വാർത്ത വലിയ വിവാദമായിരുന്നു. പ്രാർത്ഥനയും മറ്റുമായി ചികിത്സ നിഷേധിക്കായാണെന്ന് കുടുംബത്തിനകത്തു നിന്നും തന്നെ എതിർപ്പുണ്ടായി. വാക്സിന്റെ അപൂർവ സാധ്യതയുള്ള പാർശ്വഫലങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മകൻ ചാണ്ടി ഉമ്മന്റെ വിശദീകരണം. ഉമ്മൻചാണ്ടിക്ക് ചികിത്സ നിഷേധിക്കുന്നുവെന്ന് പരക്കെ ആക്ഷേപം ഉയർന്നിരുന്നു. അദ്ദേഹത്തിന് മരുന്ന് നൽകിയില്ലെന്ന് വരെ പറഞ്ഞു പരത്തി. എന്നാൽ ഇതായിരുന്നില്ല യാഥാർത്ഥ്യമെന്നാണ് ഫേസ്ബുക്ക് ലൈവിൽ അറിയിക്കുന്നത്. കോവിഡ് വാക്സിൻ നൽകിയിരുന്നില്ല. മറ്റെല്ലാ ചികിത്സകളും ഉമ്മൻചാണ്ടിക്ക് നൽകി. അദ്ദേഹത്തിന് ദോഷം വരുന്നതൊന്നും ചെയ്യരുതെന്ന് കരുതിയാണ് വാക്സിൻ നൽകാതിരുന്നത്. ഇത് പൊതുജനങ്ങളെ അറിയിക്കേണ്ട ബാധ്യതയുണ്ടെന്നും ചാണ്ടി ഉമ്മൻ വ്യക്തമാക്കി. ഇന്ത്യയിൽ കോവിഷീൽഡ് എന്ന പേരിൽ അവതരിപ്പിച്ച കോവിഡ് വാക്സിന് അപൂർവമായ ഗുരുതര പാർശ്വഫലം കാണിച്ചിട്ടുള്ളതായി വാക്സിൻ കമ്പനി ആസ്ട്രസെനെക്കയുടെ കോടതിയിൽ സമ്മതിച്ചിരുന്നു. വാക്സിൻ എടുത്ത അപൂർവം ചിലരിൽ രക്തക്കട്ട പിടിക്കുകയും പ്ലേറ്റ്ലെറ്റുകൾ കൗണ്ട് കുറയ്ക്കുകയും ചെയ്യുന്ന TTS വിത്ത് എന്ന അവസ്ഥയുണ്ടാകുമെന്നാണ് കമ്പനി സമ്മതിച്ചത്. UK ഹൈക്കോടതിയിൽ ഫെബ്രുവരിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഇത് വ്യക്തമാക്കിയിരിക്കുന്നത്. വാക്സിൻ എടുത്ത് പിന്നാലെ തലച്ചോറിൽ രക്തം കട്ടപിടിച്ച് ആശുപത്രിയിലായ ബ്രിട്ടീഷ് സ്വദേശിയായ 44-കാരൻ നൽകിയ കേസിലാണ് കമ്പനി സത്യവാങ്മൂലം സമർപ്പിച്ചത്. ഇന്ത്യയിൽ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ചേർന്നാണ് ആസ്ട്രസെനെക്ക കോവിഷീൽഡ് വാക്സിൻ അവതരിപ്പിച്ചത്. കോവാക്സിനും കോവിഷീൽഡുമാണ് ഇന്ത്യയിൽ പരക്കെ സർക്കാർ സഹായത്തോടെ സ്വീകരിക്കപ്പെട്ടത്. ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ.
വീട്ടമ്മയുടെ കാണാതായ മൂക്കുത്തിയുടെ ഭാഗം 12 വർഷങ്ങൾക്ക് ശേഷം ഡോക്ടർ കണ്ടെത്തി. ശ്വാസകോശത്തിൽ കുടുങ്ങി കിടക്കുന്ന നിലയിലായിരുന്നു മൂക്കുത്തിയുടെ പിൻഭാഗത്തെ തിരി. അസ്വസ്ഥതയുമായി ചികിത്സ തേടി വീട്ടമ്മയെ സ്കാനിങ്ങിന് വിധേയമാക്കിയപ്പോഴാണ് ശ്വാസകോശത്തിൽ എന്തോ തറച്ചിരിക്കുന്നതായി സംശയം തോന്നിയത്. വിദഗ്ധ പരിശോധനയിൽ അന്യവസ്തു എന്തോ തറച്ചിരിക്കുന്നതായി ഉറപ്പിച്ചു. കൊച്ചി അമൃത ആശുപത്രിയിലെ ഇന്റർവെൻഷണൽ പൾമണോളജി വിഭാഗം മേധാവി ഡോക്ടർ ടിങ്കു ജോസഫിന്റെ നേതൃത്വത്തിൽ ശസ്ത്രക്രിയ കൂടാതെ തന്നെ ഇത് പുറത്തെടുത്തു. മൂക്കുത്തിയുടെ ചങ്കിരി എന്നറിയപ്പെടുന്ന തിരിയുള്ള പിൻഭാഗമാണ് ഇതെന്ന് മനസ്സിലാക്കി. 12 വർഷം മുമ്പാണ് വീട്ടമ്മയ്ക്ക് ചങ്കിരി നഷ്ടമായത്. മൂക്കുത്തിയുടെ പ്രധാന ഭാഗം വീട്ടിൽ നിന്നും കിട്ടിയെങ്കിലും പിറകിലെ പിരി കിട്ടിയിരുന്നില്ല എന്ന് അവർ ഓർത്തെടുത്തു. കഴിഞ്ഞ ആഴ്ച കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായപ്പോൾ നടത്തിയ സ്കാനിങ്ങിലാണ് ശ്വാസകോശത്തിൽ എന്തോ തറഞ്ഞിരിക്കുന്നതായി കണ്ടെത്തിയത്. തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി കൊച്ചി അമൃത ആശുപത്രിയിൽ എത്തിച്ചു. റിജിഡ് ബ്രോങ്കോസ്കോപ്പി എന്ന സംവിധാനത്തിലൂടെ ഇത് പുറത്തെടുക്കുകയായിരുന്നു. ഡോക്ടർ ശ്രീരാജ് നായർ, ഡോക്ടർ ടോണി ജോസ് എന്നിവരും ചികിത്സാ സംഘത്തിലുണ്ടായിരുന്നു. ഉറക്കത്തിനിടെ ഊരിപ്പോയ മൂക്കുത്തിയുടെ ഭാഗം മൂക്കിനുള്ളിലൂടെ വായിലെത്തി ശ്വാസകോശത്തിലേക്ക് പോയതാകാമെന്നാണ് നിഗമനം. നേരത്തെ തന്നെ ശ്വാസതടസ്സവും മറ്റു ബുദ്ധിമുട്ടുകളും നേരിട്ടതിനെ തുടർന്ന് ആസ്മയ്ക്ക് ചികിത്സ തേടിയിരുന്നു. പക്ഷേ പിന്നീട് ബുദ്ധിമുട്ടുകൾ വർദ്ധിച്ചു. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. ഉഷ്ണ തരംഗങ്ങൾ പ്രതിരോധിക്കാൻ ജാഗ്രത പാലിക്കണമെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. കണ്ണൂർ ജില്ലയിലെ പല പ്രദേശങ്ങളിലും 40 ഡിഗ്രിക്ക് അടുത്ത് ചൂട് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉയർന്ന ചൂടുമായി ബന്ധപ്പെട്ട നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ജനങ്ങൾക്കിടയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഉയർന്ന ചൂട്, സൂര്യാഘാതം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഒഴിവാക്കണം. രാവിലെ 11 മുതൽ 3 വരെയുള്ള സമയം സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കുക. അത്തരം ജോലികൾക്ക് നിർബന്ധിക്കപ്പെടുന്നവർക്ക് ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുക. അയഞ്ഞ ഇളനിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക. ദാഹമില്ലെങ്കിലും കൃത്യമായ ഇടവേളകളിൽ വെള്ളം കുടിക്കുക. യാത്രകളെല്ലാം കയ്യിൽ വെള്ളം കരുതുക. കുടിക്കുന്ന വെള്ളം ശുദ്ധമാണെന്ന് ഉറപ്പാക്കുക. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും പരിഷത്ത് മുന്നോട്ട് വയ്ക്കുകയാണ്. ജലജന്യ രോഗങ്ങൾക്കെതിരെയും പ്രാണജന്യ രോഗങ്ങൾക്കെതിരെയും ജാഗ്രത പാലിക്കണമെന്നും അഭ്യർത്ഥനയുണ്ട്. ഇതോടൊപ്പം ഉഷ്ണകാലത്ത് പല അന്ധവിശ്വാസങ്ങളും ബോധപൂർവം പ്രചരിപ്പിക്കുന്നുണ്ട്. ഞരമ്പ് പൊട്ടി പോകുമെന്നും 40 ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള വെള്ളം കുടിക്കണമെന്നും അതെല്ലാം കപട ശാസ്ത്രങ്ങൾ കണ്ട് തള്ളിക്കളിയണം. ഭീതി വ്യാപാരം തടയാൻ നടപടി സ്വീകരിക്കണമെന്നും പരിഷത്ത് ആവശ്യപ്പെട്ടു. ജില്ലാ പ്രവർത്തക യോഗം 14 മേഖലകളിൽ നിന്നും വിവിധ വിഷയങ്ങളിൽ ലഘു അവതരണങ്ങൾ മേഖലാ സെക്രട്ടറിമാർ അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി PT രാജേഷ് ജില്ലാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് KP പ്രദീപ് കുമാർ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ട്രഷറർ PP ബാബു അവതരിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. കണ്ണൂരിലെ മുതിർന്ന CPM നേതാവ് OV നാരായണൻ അന്തരിച്ചു. അല്പസമയം മുന്നെയാണ് പരിയാരം മെഡിക്കൽ കോളേജ് വെച്ച് അദ്ദേഹം അന്തരിച്ചത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് വളരെ സജീവമായിട്ട് പാർട്ടിയുടെ സംഘടനാ രംഗത്ത് തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടായിരുന്നു. 2 ദിവസം മുന്നെയാണ് പെട്ടെന്ന് അസുഖം ബാധിച്ചുകൊണ്ട് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിച്ചത്. ഇന്ന് രാത്രിയോടെയാണ് വെന്റിലേറ്ററിൽ നിന്ന് അദ്ദേഹം മരണപ്പെട്ടത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിലും കർഷക സംഘത്തിൻ്റെ ജില്ലാ പ്രസിഡന്റ്, CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി മെമ്പർ, മാടായി പാപ്പിനിശ്ശേരി ഏരിയ സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്നു. മുതിർന്ന കലാസാംസ്കാരിക രംഗത്തെ മുതിർന്ന പ്രവർത്തകരായിരുന്നു. ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട പ്രവർത്തനം കൂടിയായിരുന്നു OV നാരായണൻ. അദ്ദേഹത്തിൻ്റെ സംസ്കാരം നാളെ 3 മണിയോടെ കൂടി നടക്കും. നാളെ രാവിലെ CPM മാണ്ടായി ഏരിയ കമ്മിറ്റി ഓഫീസിലും തുടർന്ന് 7ാം ലോക്കൽ കമ്മിറ്റി ഓഫീസിലും പിന്നീട് വീട്ടിലേക്കും മൃതദേഹം വെക്കുന്നതാണ്. തുടർന്ന് വൈകിട്ട് സംസ്കാരം നടക്കും. OV നാരായണൻ്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യക്തികളെല്ലാം അനുശോചനം രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. കിണറ്റേക്ക് വീണ പന്തെടുക്കാൻ ശ്രമിക്കുന്നതിനിൽ 10 വയസ്സുകാരൻ മരണപ്പെട്ടു. കോട്ടയം കരൂർ കുടച്ചക്കരയിലാണ് സംഭവം. വല്ലയിൽ ഓന്തനാൽ ബിജു പോളിന്റെ മകൻ രിജു 10 ആണ് മരണപ്പെട്ടത്. സഹോദരിക്കും ബന്ധുക്കളായ മറ്റു കുട്ടികൾക്കൊപ്പം വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് സംഭവം. കുടക്കച്ചിറ സെന്റ് ജോസഫ് LP സ്കൂൾ 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. കിണറ്റിൽ വീണ പന്ത് കൂട്ട ഉപയോഗിച്ച് ഉയർത്തിയെടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ കാൽവഴുതി കിണറ്റിൽ വീഴുകയായിരുന്നു. രാവിലെ 10:30 സംഭവം. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പാലാ ജനറൽ ആശുപത്രിയിൽ കൊണ്ടുപോയി പിന്നീട് സംസ്കരിച്ചു. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം നാളെ പ്രാബല്യത്തിൽ വരും. ടെസ്റ്റിനായി പുതിയ ട്രാക്കുകൾ സജ്ജമായില്ലെങ്കിലും ചില മാറ്റങ്ങളോടുകൂടിയാകും ടെസ്റ്റ് നടത്തുക. അതേസമയം പരിഷ്കരണത്തിനെതിരെ ഡ്രൈവിംഗ് സ്കൂൾ തൊഴിലാളികൾ വീണ്ടും നാളെ മുതൽ സമരം പ്രഖ്യാപിച്ചു. ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം പഴയപടിയാക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ഗതാഗത മന്ത്രിയായി KV ഗണേഷ് കുമാർ ചുമതലയേറ്റ ശേഷമാണ് ഡ്രൈവിംഗ് ടെസ്റ്റിൽ ഉൾപ്പെടെ പരിഷ്കരണം കൊണ്ടുവരാൻ തീരുമാനിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ
നാളെ മുതലാണ് പരിഷ്കരണം നടപ്പിലാക്കുക. പ്രതിദിനം 30 ലൈസൻസ് പരീക്ഷകൾ, എച്ച് പരീക്ഷയ്ക്ക് പകരം പുതിയ ട്രാക്ക് ഉണ്ടാക്കി പുതിയ ടെസ്റ്റ്, കൂടാതെ 15 വർഷം കഴിഞ്ഞ വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കാൻ പാടില്ല തുടങ്ങിയവയാണ് പരിഷ്കരണ നിർദ്ദേശം. എന്നാൽ ഡ്രൈവിംഗ് പരിഷ്കരണവുമായി സഹകരിക്കില്ലെന്നും ഇതിൽ പ്രതിഷേധിച്ച് നാളെ മുതൽ അനിശ്ചിതകാല സമരം നടത്താനാണ് തീരുമാനമെന്നും ഡ്രൈവിംഗ് സ്കൂൾ തൊഴിലാളികൾ അറിയിച്ചു. അടിപ്പാത പ്രവൃത്തി നിർത്തിവെച്ചു. ധർമ്മശാലയിൽ നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാതയുടെ അടിപ്പാതയുടെ പ്രവൃത്തി അശാസ്ത്രീയമാണെന്ന് ആരോപിച്ച് ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ അടിപ്പാത പ്രവൃത്തി നിർത്തിവെച്ചു. നിരവധി മുറവിളികൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിലാണ് ധർമ്മശാലയിൽ യൂണിവേഴ്സിറ്റി റോഡിൽ അടിപ്പാത അനുവദിച്ചത്. അടിപ്പാതയുടെ പ്രവൃത്തിയും നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പ്രവൃത്തി അശാസ്ത്രീയമാണെന്ന് ആരോപിച്ചാണ് ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ബസ്സുകൾക്ക് സർവീസ് നടത്താനുള്ള പ്രയാസമാണ് പ്രതിഷേധത്തിനിടയാക്കിയത്. ബ്ലോക്ക് പ്രസിഡന്റ് CP മുഹാസ്, പ്രതീഷ് ബാബു, വി പ്രണവ്, M രജിത്ത്, നന്ദകിഷോർ, K രമിത് തുടങ്ങിയവർ നേതൃത്വം നൽകി. നദീയാത്ര വിളംബര ജാഥ നാളെ. സംസ്ഥാനത്തെ 44 നദികളെ കേന്ദ്രീകരിച്ച് NGO കോൺഫെഡറേഷൻ സന്നദ്ധ സംഘടനകളുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന നദീയാത്രയുടെ വിളംബര ജാഥ വ്യാഴാഴ്ച കണ്ണൂരിൽ നടക്കും. വൈകിട്ട് 4-ന് പയ്യാമ്പലം കടപ്പുറത്ത് ആരംഭിക്കുന്ന ഇരുചക്ര വിളംബര ജാഥ കക്കാട് പുഴയോട് സമാപിക്കും. പയ്യാമ്പലത്ത് മേയർ മുസ്ലിഖ് മഠത്തിൽ ഫ്ലാഗ് ഓഫ് ചെയ്യും. ജിംഖാന ക്ലബിന് വിജയം. കണ്ണൂർ ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ സീനിയർ സൂപ്പർ ലീഗിൽ ഇന്ന് നടന്ന രണ്ടാമത്തെ മത്സരത്തിൽ 1-നെതിരെ 5 ഗോളുകൾക്ക് ജിംഖാന ക്ലബ് കണ്ണൂർ കൂത്തുപറമ്പ് ബ്രദേഴ്സ് ക്ലബ്ബ് കൂത്തുപറമ്പിനെ പരാജയപ്പെടുത്തി. ജിംഖാന ക്ലബിന് വേണ്ടി ഷെരീഫ് 2 ഗോളും ശ്രീഹരി, ആകാശ്, മഹേഷ് എന്നിവർ ഓരോ ഗോളും നേടിയപ്പോൾ കൂത്തുപറമ്പ് ബ്രദേഴ്സ് ക്ലബിന്റെ ഏക ഗോൾ സമത്ത് നേടി. കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും കൂടുതൽ രാജ്യാന്തര സർവീസുകളുമായി ഇന്ത്യയിലെ പ്രധാന വിമാന കമ്പനിയായ എയർ ഇന്ത്യ എക്സ്പ്രസ്. എയർ ഇന്ത്യ എക്സ്പ്രസ് UAE-യിലെ റാസ് അൽ ഹൈമ എയർപോർട്ടിലേക്ക് ഇന്നു മുതൽ പുതിയ സർവീസ് തുടങ്ങി. ആഴ്ചയിൽ 3 സർവീസുകളാണ് തുടക്കത്തിലുള്ളത്. ചൊവ്വ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ ആണ് സർവീസുകൾ. റാസ് അൽ ഖൈമയിലേക്കുള്ള ആദ്യ വിമാന സർവീസിലെ യാത്രക്കാരിയായ കിയാൽ മാനേജിംഗ് ഡയറക്ടർ ശ്രീ ദിനേശ് കുമാർ ബോർഡിംഗ് പാസ് നൽകി സ്വീകരിച്ചു. വിമാന കമ്പനി അധികൃതരും കിയാൽ അധികൃതരും ചേർന്ന് റാസ് അൽ ഖൈമയിലേക്കുള്ള യാത്രക്കാർക്ക് മധുരം നൽകി യാത്രാമംഗളങ്ങൾ നേർന്നു. റാസ് അൽ ഖൈമയിലേക്കുള്ള കണക്ടിവിറ്റി വടക്കൻ മലബാർ മേഖലയിലുള്ള പ്രവാസികൾക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. ആദ്യ ഫ്ലൈറ്റിൽ 186 യാത്രക്കാരാണ് യാത്ര ചെയ്യുന്നത്. സൗദി അറേബ്യയിലെ ദമാം എയർപോർട്ടിലേക്കും എയർ ഇന്ത്യ എക്സ്പ്രസ് പുതുതായി കണ്ണൂരിൽ നിന്നും സർവീസ് തുടങ്ങുന്നുണ്ട്. മെയ് 2 മുതൽ വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ ആഴ്ചയിൽ 3 ദിവസം സർവീസുകളാണ് ഉള്ളത്. ഇതുകൂടാതെ അബുദാബിയിലേക്കും മസ്കറ്റിലേക്കും മെയ് 2 മുതൽ സർവീസുകൾ കൂട്ടിയിട്ടുണ്ട്. ഏറ്റവും അധികവും പുതിയതുമായ ബോയിങ് 737 മാക്സ് വിമാനങ്ങൾ ആണ് എയർ ഇന്ത്യ എക്സ്പ്രസ് പുതിയ സർവീസുകൾക്കായി ഉപയോഗിക്കുന്നത്. കിയാലുമായി ഉണ്ടാക്കിയ കരാർ പ്രകാരം എയർ ഇന്ത്യ എക്സ്പ്രസ് കൂടുതൽ എയർപോർട്ടുകളിലേക്ക് കണ്ണൂരിൽ നിന്നും സർവീസ് തുടങ്ങാൻ പദ്ധതി ഇട്ടിട്ടുണ്ട്. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്ത സമാപിച്ചു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്ത ബുള്ളറ്റിൻ നാളെ രാത്രി. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.